ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്നത് മനോവികാസത്തിൻ്റെ വിജയമാണെന്ന് എപ്പോഴും ഓർക്കണം. ഇറ്റ്സ് റിലേറ്റഡ് ടു ദ മൈൻഡ്. അപ്പം മനസ്സിൻ്റെ വികാസമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് എപ്പോഴും ഓർക്കുക. എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം? മനോവികാസം. അല്ലാതെ സ്വർഗത്തിൽ പോകലോ അവിടെ പോയി കള്ളുകുടിക്കലോ അല്ല. മനോവികാസം, ജീവിച്ചിരിക്കുമ്പോൾ മനോവികാസം. അപ്പം മനോവികാസം എങ്ങനെ സാധിക്കും എന്നതാണ് ഗീത കാണിച്ചു തരുന്ന വഴികൾ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനം കൊടുക്കുന്ന ഇവിടെ മനസ്സിനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. അതെന്താണ്? കാരണം മനസ്സിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ സംതൃപ്തി, ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യൻ അറിയുന്നില്ല ഇത് എങ്ങനെ കിട്ടും എന്നുള്ളത്. അവൻ സ്വാർത്ഥമായി അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ സുഖം കണ്ടെത്തുമ്പോൾ ഈ സ്വാർത്ഥമായ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്തും കഴിക്കും, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തും ചെയ്യും, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എങ്ങനെ ജീവിക്കും, അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് വികസിക്കുന്നില്ല എന്നവർ അറിയുന്നില്ല. സങ്കോചിക്കും തോറും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ക്രമേണ അവനെ മാനസികമായ പ്രക്ഷുബ്ധതയിലേക്കും, നമ്മളിന്ന് പറയുന്ന മെൻ്റലി അവൻ ഡിപ്രഷനിൽ പോകുന്നു. കുറേ കഴിഞ്ഞാൽ ആ ഡിപ്രഷൻ കുറച്ചുകൂടി അഗ്രിവേറ്റ് ചെയ്തിട്ട് മാനസിക രോഗങ്ങളായി മാറി സ്വന്തം ജീവിതം തകർക്കുന്നു എന്ന് മാത്രമല്ല, കൂടെയുള്ളവരെ പോലും നശിപ്പിക്കുന്ന കാഴ്ചയല്ലേ ദിനം പ്രതിപത്രത്തിൽ നിങ്ങൾ കാണുന്നത്. കാരണം മാനസികമായി താളം തെറ്റുന്നവൻ അവൻ സ്വയം മരിക്കാൻ വേണ്ടി ചിലപ്പോൾ ശ്രമിച്ചേക്കാം. പക്ഷെ അവൻ മരിക്കില്ല, പക്ഷെ ബാക്കിയുള്ളവരെ കൊന്നിരിക്കും. അടുത്ത കാലത്ത് ഭാര്യയും മക്കളെയൊക്കെ കൊന്നിട്ട് സ്വയം മരിക്കാൻ സാധിക്കാത്ത കുറേ എണ്ണമുണ്ട്. മരിക്കാൻ ശ്രമിച്ചു പക്ഷെ മരിച്ചില്ല. ആലോചിച്ച് നോക്കും അവൻ്റെയൊക്കെ മാനസികാവസ്ഥ. അപ്പോൾ എത്രമാത്രം മനുഷ്യൻ സങ്കുചിതമായി സ്വാർത്ഥതയിലേക്ക് തിരിയുന്നോ അത്രമാത്രം അപകടകാരിയാണ് മനുഷ്യനെന്ന് ഇതെല്ലാം നമ്മൾ ഓർപ്പിക്കുകയാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സ് വികസിക്കണമെങ്കിൽ ആ വികാസത്തിന് വഴി കാണിച്ചു കൊടുക്കണം. അതിന് ഗീത പഠിച്ചേ പറ്റൂ. എന്താ കാരണം? മനോവികാസ ശാസ്ത്രമാണ് ഗീത. ഇപ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട് നിർത്തിയ ശ്ലോകം 30-ാം ശ്ലോകമാണ് 4-ാം അധ്യായത്തിൽ. അത് നമുക്ക് ചൊല്ലിക്കൊണ്ട് ആ ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേ പേദേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാം. ഭഗവാൻ പറയുന്നു, അങ്ങനെ അനവധി തരത്തിൽ മനോവികാസ യജ്ഞങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് ആ പോയിന്റ്. ഇവിടെ ചിലർ, അതായത് ഒരു കൂട്ടർ നിയതാഹാര ആ ഒരു വിഷയം നമ്മൾ അവതരിപ്പിച്ചെങ്കിൽ നമ്മൾ പൂർണ്ണമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആഹാരത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് സ്ഥൂലാർത്ഥം. പക്ഷെ ആഹാരത്തെ നിയന്ത്രിക്കുന്ന ഡയറ്റിംഗ് അല്ല നമ്മുടെ ലക്ഷ്യം. നാം അറിഞ്ഞു കഴിക്കുക. അതായത് അമിതമായ ഊർജം മനസ്സിന് പല മാനസിക പ്രശ്നങ്ങളും സൃഷ്ടിക്കും. അപ്പം മനസ്സിന് ആവശ്യമായതേ കൊടുക്കാവൂ. ആവശ്യത്തിലുപരി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സൊരിക്കലും ശാന്തവും സ്വസ്ഥവുമാവില്ല. ശാന്തവും സ്വസ്ഥവുമാവാത്തൊരു മനസ്സിന് ഒരു പ്രവൃത്തിയിൽ ഏകാഗ്രപ്പെടാൻ പറ്റില്ല. ഏകാഗ്രതയില്ലാത്തൊരു മനസ്സിന് അതിൽ രമിക്കാൻ, അതിൽ ലയിക്കാൻ, അതിൽ ആസ്വദിക്കാൻ പറ്റില്ല. ആസ്വദിക്കാൻ പറ്റാത്ത മനസ്സ് അസ്വസ്ഥമാണ്. അസ്വസ്ഥമായ മനസ്സ് അവനവനും അസ്വസ്ഥത സൃഷ്ടിക്കും, മറ്റുള്ളവർക്കും അസ്വസ്ഥത സൃഷ്ടിക്കും. അത് അക്രമ സ്വഭാവമുള്ളതായി മാറും. ഈ മാനസികമായ താളം തെറ്റലുകൾ ഒഴിവാക്കാൻ മനസ്സിന് വേണ്ടി ആഹാരം കഴിക്കുക. അതായത് മനസ്സിൻ്റെ ശാന്തത, സ്വസ്ഥത, സ്വച്ഛത, മനസ്സിൻ്റെ സത്വഗുണം, ഇത്തരം കാര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ആഹാരം. അത് അവനവൻ സ്വയം നോക്കുക. നിങ്ങളുടെ മനസ്സിന് ശാന്തത കിട്ടുന്ന
സന്തോഷവും സമാധാനം കിട്ടുന്ന ഭക്ഷണം. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാവും, എനിക്ക് ഇത് കഴിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. പക്ഷെ അമിതമായി ഊർജമുണ്ടാകുന്ന ആ ഊർജത്തെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ അത് അപകടമുണ്ടാക്കുമെന്ന തിരിച്ചറിവോടുകൂടി കഴിക്കുക. അതുകൊണ്ട് ഭാരതത്തിൽ ഋഷിമാർ പറഞ്ഞു, കഴിക്കുന്ന ആഹാരം ശുദ്ധവുമാവണം, ഇഷ്ടപ്പെടുന്നതുമാവണം, എന്നാൽ സാത്വികവുമായിരിക്കണം. ആഹാര ശുദ്ധവും സത്വശുദ്ധി എന്നാണ്. മനസ്സിൻ്റെ ശുദ്ധി ആഹാരശുദ്ധിയിലുണ്ടാകുന്നതാണ്. ആഹാരശുദ്ധി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള, അതുകൊണ്ടാണ് അതിന് സാത്വികാഹാരം എന്ന് പറയുന്നത്. ഭാരതത്തിലെ ഈ വെജിറ്റേറിയൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ കാരണം മനസ്സിൻ്റെ ശാന്തതയും സ്വസ്ഥതയും ഉള്ള ആളുകൾക്ക് ഏത് പ്രവൃത്തിയിലും വളരെ ആഴത്തിലിറങ്ങി ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ന് ആഹാരത്തിന് വലിയൊരു റോള് മനുഷ്യജീവിതത്തിലുണ്ടെന്ന് പറയാൻ കാരണം ആഹാര രീതികളിൽ ആളുകൾ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും. അല്ലാത്തവർക്ക് മനസ്സ് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ എന്താ ഇത്ര വർക്ക് ലാഗ് ചെയ്യുന്നത്? ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം മൈൻഡ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് അതിൻ്റെ കോൺസിക്വൻസിനെ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇത് ചെയ്താൽ എന്തായിരിക്കും, ഇതിങ്ങനെ ചെയ്താൽ, അങ്ങനെ അപകടങ്ങളെ കാണാനുള്ള കഴിവില്ല. കാരണം മനസ്സൊന്ന് ഏകാഗ്രമായാലല്ലേ വരാൻ പോകുന്ന കാര്യങ്ങളെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഡിസിഷൻ എടുക്കില്ല. ഇതെന്തോ ഇപ്പം ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അതിനെക്കുറിച്ച് പഠിക്കണമെന്ന്. ആര് പഠിക്കും? പഠിക്കാനുള്ളവൻ്റെ മനസ്സ് തന്നെയാണ്. അങ്ങനെ ഫയലുകൾ ലാഗ് ചെയ്ത് അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ തലകുത്തി നിന്ന് പറയുന്നു സർക്കാരുകൾ, ഇപ്പം ശരിയാക്കും, ഇപ്പം ഭരണം ശരിയാക്കും. ഇപ്പം ആഹാരശുദ്ധി ഇല്ലെങ്കിൽ ഒരു ഭരണം നേരെയാക്കാൻ പറ്റില്ല. കാരണം അനാവശ്യമായ ഊർജം മനസ്സിനെ അടങ്ങിയിരിക്കാൻ അനുവദിക്കില്ല. അതാ കാര്യം. ആവശ്യമുള്ള ഊർജ്ജം കൊടുക്കണം. അതെത്രയാണ് ആവശ്യമെന്ന് നമുക്കറിയില്ല. അതിനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇനി മുതലെങ്കിലും കുറച്ചെങ്കിലും ഒരു വിവേകം ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് മനസ്സിലാവും, ഇന്നെന്ന ആഹാരത്തിൽ ഇത്ര ഊർജ്ജമുണ്ട്, ഇപ്പോഴെൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ, ഈ പ്രവൃത്തി ചെയ്യാൻ ഇത്രയും. നോക്കൂ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് എനിക്ക് ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഇത്ര ലിറ്റർ ഡീസൽ വേണം, അല്ലെ ഇത്ര ലിറ്റർ പെട്രോൾ വേണം. നമ്മൾ പറയാറില്ലേ, ഇത്ര കിലോമീറ്റർ പോകണം, അതിന് ഇത്ര ലിറ്റർ പെട്രോൾ വേണ്ടി വരും എന്നുള്ളത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിനും ഇത്ര ആഹാരമേ വേണ്ടൂ എന്നതൊക്കെ നമുക്ക് അറിയാൻ, പരിശീലിക്കാൻ സാധിക്കുന്ന ഒരു സംസ്കാരം വേണം. ഇനിയുള്ള വിദ്യാഭ്യാസത്തിലെങ്കിലും ആശുപത്രികളിലെങ്കിലും ഈ ഒരു സംവിധാനം ഒരുക്കി കൊടുത്താൽ നല്ലതാണ്. ആഹാര ശുദ്ധവും സത്വശുദ്ധി. ഇപ്പം ചിലവർ ആഹാരത്തിൽ വളരെ ഇതുപോലുള്ള കൃത്യതകൾ വയ്ക്കുന്നു. നിങ്ങൾ കാണാം, അമ്മമാർ ഏകാദശി നോൽക്കുന്നതും കേരളത്തിൽ തിങ്കളാഴ്ച വ്രതങ്ങൾ നോൽക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഒരു നേരം കഴിക്കാതിരിക്കുമ്പോൾ, ഉപവാസം ചെയ്യുമ്പോൾ കഴിച്ച ആഹാരത്തിന് എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ദഹിച്ച് ആ ശരീരത്തിന് രോഗങ്ങൾ വരാതിരിക്കും. നേരെ മറിച്ച് ഇങ്ങനെ ദഹനം ശരീരത്തിൽ ഇനിയും എന്താ പറയുക ദഹിക്കാത്ത അങ്ങനെ കിടക്കുമ്പോൾ അത് പിൽക്കാലത്ത് നമുക്കറിയാം ഗ്യാസ് ഫോം ചെയ്യും, കൊളസ്ട്രോൾ ഫോം ചെയ്യും. അതിൽ നിന്ന് അങ്ങനെ ഹാർട്ടിനെ കേടുവരുത്തും, പല അവയവങ്ങളെയും കേടുവരുത്തും. അനാവശ്യമായ ഗ്യാസുകളൊക്കെ ശരീരത്തിൽ കിടന്ന് പല ദുർബലമായ സെൽസുകളെയും അത് കേടുവരുത്തും, ഇൻഫെക്ഷനാക്കും. അതല്ലേ ഇന്ന് ക്യാൻസറെല്ലാം കുമിഞ്ഞു കൂടി വരുന്നത്. ഇത്രയും ആരോഗ്യമുള്ള ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ആരോഗ്യ അവബോധമുള്ള കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയും ക്യാൻസർ രോഗികൾ. കാരണം ആഹാരത്തിൽ ഒരു നിയന്ത്രണമില്ല, അതിനെക്കുറിച്ചൊന്നൊരു അറിവുമില്ല. എന്ത് കഴിക്കരുത്, എന്ത് കഴിക്കണം, എത്ര കഴിക്കരുത്. ഞാനിതൊക്കെ നിങ്ങളോട് വെറുതെ പറയില്ല. ചില അമ്മമാർ ശരിക്കും മനസ്സിലാക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് കുറച്ചും കൂടി അവബോധമുണ്ട്. അവിടെ പല കുട്ടികൾക്കും പല ഫുഡിലും അലർജിയുണ്ട്. പാൽ അലർജി ഉള്ളവരുണ്ട്, അവിടെ നട്ടുകൾ അലർജി ഉള്ളവരുണ്ട്. ചില കുട്ടികളുണ്ടല്ലോ, ഈ ചില നട്ട്സുകൾ കഴിച്ചാൽ അപ്പം ശരീരത്തിൽ അങ്ങോട്ട് തടിച്ചു പൊങ്ങും, അലർജി. അപ്പം ഈ തരത്തിൽ ഒരുപാട് അലർജിയുള്ള കുട്ടികൾ. ഇപ്പം നമ്മൾ ഇതെന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, പല ആഹാരം നമ്മുടെ ശരീര സിസ്റ്റത്തിന് പറ്റുന്നത് അല്ലാന്ന് പോലും നമ്മൾ അറിയുന്നില്ല. എല്ലാം കൂടെ അടിച്ചു വിടുക തന്നെയാണ്. രാത്രിയിൽ നോൺ വെജ് അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കരുത്. കാരണം ദഹനത്തിന് സമയമെടുക്കും. അത് എന്ത് ദഹിക്കാൻ സമയമെടുക്കുന്നോ അത് കഴിഞ്ഞ് രാവിലെ വീണ്ടും അങ്ങോട്ട് അകത്തേക്ക് തട്ടുകയാണ്. ഇതെല്ലാം വയറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് ദഹിക്കാതെ കുറേ കടന്ന് അത് ഗ്യാസ്ട്രസായി പിന്നീട് അതിൽ നിന്ന് ബാക്കിയുള്ള ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച്
നിങ്ങളൊരു കുട്ടിയെ പൊട്ടൻഷ്യലി ക്യാൻസർ കുട്ടിയേക്ക് മാറ്റുകയാണ്. ക്യാൻസർ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും ഞാൻ പറയുന്നത് വിഡ്ഢിത്തരാണെന്ന്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രം ഇത് തെളിയിക്കും. ഇന്നിപ്പോൾ ഡയറ്റിങ്, ന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ഡയറ്റ് കൺട്രോളിങ് എന്നൊക്കെ വരുന്നില്ലേ? നിങ്ങൾ ഏത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഡയറ്റ് കൺട്രോൾ ഒരു വിഷയമാണ്. പണ്ടൊക്കെ ആയുർവേദത്തിൽ പഥ്യം എന്ന് പറയും, ഇന്നത് കഴിക്കരുത് ഇന്നത് കഴിക്കണം എന്നൊക്കെ. അതൊക്കെ ഇന്നിപ്പോൾ കുറേ അവയർനെസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത്ര വിഡ്ഢിത്തരല്ല ഞാൻ പറഞ്ഞ കാര്യമുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ പഠിക്കുക. എനിക്ക് ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പഠനം നടത്തണം ഈ കാര്യത്തെക്കുറിച്ച്. മനുഷ്യൻ്റെ ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ, നിയന്ത്രണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, നമുക്ക് ആവശ്യമുള്ള ഊർജത്തിലുപരി ആഹാരം കഴിക്കേണ്ടതുണ്ടോ? ഏത് ആഹാരത്തിന് ദഹനത്തിന് സമയമെടുക്കും, ഏത് ആഹാരം രാത്രി കഴിക്കാൻ പാടില്ല, ഏത് ആഹാരം പകൽ കഴിക്കണം എന്നതൊക്കെ നിങ്ങൾ സ്വയം പഠിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആഹാരം രോഗത്തിന് കാരണമാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. കാരണം നമ്മളൊരു ഈ ചക്രങ്ങൾ, വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നോക്കാതെ നമ്മൾ ജീവിതം കൊണ്ടു നടന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻസും റിപ്പർക്കഷൻസും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങളായി വന്നേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ വെക്കുന്നത്, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ആ നിയന്ത്രണം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോഴും തനിക്ക് ആവശ്യമില്ലാത്ത, ശരീരത്തിനും മനസ്സിൻ്റെയും ഊർജത്തിന് ശക്തിക്ക് ആവശ്യമില്ലാത്ത ആഹാരം ഞാൻ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന ബോധം സ്വയം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അവനവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി പ്രാണേഷു ജുഹ്വതി, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ പ്രാണനിൽ പിടിച്ചു നിർത്തുന്നു, ജുഹ്വതി. ഇപ്പം ഇവിടെ പ്രാണൻ എന്ന് പറയുമ്പോൾ നേരത്തെയും പ്രാണനെക്കുറിച്ച് പറഞ്ഞു. ഈ ആഹാരവും പ്രാണനുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആഹാരത്തെ കൃഷ്ണൻ കേവലം കഴിക്കുന്ന ആഹാരം മാത്രമല്ല, നാം ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്ന അനുഭവങ്ങളൊക്കെ അതതിൻ്റെ ആഹാരമാണ്. കണ്ണിൻ്റെ ആഹാരമാണ് കാഴ്ച, കാതിൻ്റെ ആഹാരമാണ് കേൾവി, ത്വക്കിൻ്റെ ആഹാരമാണ് സ്പർശനം. ഇപ്പം എല്ലാം ആഹാരമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഒക്കെ ആഹാരമാണ്. അപ്പം അതിലൊക്കെ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ, നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. നമുക്ക് അറിയണം ഏത് വരെ വേണം, എത്രയാവാം. അതിൽ അമിതമായ ഉപഭോഗം ഏതും രോഗവുമാണ്, മാനസികമായ താളം തെറ്റലുമാണ്. അമിതമായി ടി വിക്ക് അടിമപ്പെടുന്നതും, അമിതമായി മദ്യത്തിനടിമപ്പെടുന്നതും, അമിതമായി ലഹരിക്കടിമപ്പെടുന്നതും, അമിതമായി എപ്പോഴും കൂട്ടുകൂടി മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലോകത്തിൽ ഈ അമിതമായ ഉപഭോഗം എത്തിക്കുന്നത് മനസ്സിൻ്റെ അസന്തുലിതാവസ്ഥയിലായിരിക്കും. അത് നമ്മളാരും കാണുകയില്ല. മനസ്സങ്ങനെ ഒരു സെമി ഡിപ്രഷനിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതചര്യകളിൽ ഒരു മാറ്റമുണ്ടാകുമ്പോൾ, അതായത് ഒരു ലൈനിലങ്ങനെ പോകുന്ന കുട്ടിക്ക്, നിങ്ങൾ നോക്കൂ, ടി വിയോ അല്ലെങ്കിൽ മൊബൈലോ കണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് പിന്നെ അത് കിട്ടാതെ വന്നാൽ മാനസികമായുള്ള അസ്വസ്ഥത അക്രമത്തിലേക്കാണ് നയിക്കുന്നത്. അച്ഛനെ പോലും കൊല്ലാൻ മടിക്കാത്ത കുട്ടികൾ അമ്മയെ കൊല്ലും. ചില കുട്ടികളുടെ ഭാഷ പോലും അങ്ങനെയാണ്. ഇനി നീ എൻ്റെ ഫോൺ എടുത്ത നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെയാണ് ചില കുട്ടികൾ ഭീഷണിപ്പെടുത്തുന്നത്. അതുപോലെ മദ്യത്തിന് അങ്ങനെ അടിമപ്പെട്ട് പിന്നെ അവൻ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവൻ കൊല്ലും ആളുകളെ. കാരണം അവൻ്റെ തല മുഴുവൻ ഭ്രാന്തായി മാറി. ഹിസ്റ്റീരിയ എന്ന് പറയും. അപ്പോൾ ആ ഹിസ്റ്റീരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു ആൾ. അതുപോലെ ഓരോന്നിനും അടിമപ്പെടുന്ന, നിങ്ങൾ കണ്ടില്ലേ, അമിതമായ പ്രേമമല്ലത് കാമം, അമിതമായ കാമം. ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോയി ആ പെണ്ണ് കിട്ടാതെ വരുമ്പോൾ അതിനെയും കുത്തിക്കൊന്ന് സ്വയം മരിച്ച് എത്ര ചെറുപ്പക്കാരായി അടുത്ത കാലത്ത് തന്നെ മരിച്ചത്. അപ്പോൾ അവൻ്റെയൊക്കെ ഉള്ളിൽ അവനറിയുന്നില്ല മനസ്സ് വികൃതമാകുന്നത്. അവനങ്ങനെ ആ പ്രേമത്തിൻ്റെ രസത്തിലങ്ങനെ പോവുകയാണ്. ഒരു മീനുണ്ടല്ലോ, ചൂണ്ടയിലിട്ട് കൊടുക്കുന്ന ഇര കൊത്തി വിഴുങ്ങാനായിട്ട് പോകുമ്പോൾ അറിയുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ ഹുക്കുണ്ടെന്ന്, ഒരു ഇരുമ്പ് കൊളുത്തുണ്ടെന്ന്. ആ മുക്കുവനത് അങ്ങോട്ട് വലിക്കുമ്പോൾ അതിൻ്റെ കഴുത്തിലോ നാക്കിലോ കുരുങ്ങി ആ മത്സ്യം പിടയുന്ന കാഴ്ച പോലെ മനുഷ്യനും അറിയുന്നില്ല താൻ ഒരു ഹുക്കിൽ കുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം അതുകൊണ്ട് എല്ലാറ്റിനും ഒരു നിയന്ത്രണം വേണം. വരുന്നുണ്ട്, കൃഷ്ണൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് ഒന്നുകൂടി.
ഗീതയിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്നുള്ള ശ്ലോകം ഗീതയിൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് ആഹാരം എന്ന് കഴിക്കുന്നത് മാത്രമല്ല, എല്ലാറ്റിലും നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം ഇത് എത്രമാത്രം മനസ്സിനെ അപകടത്തിലാക്കുന്നു. അല്ലെങ്കിൽ നിരന്തരമായ സാധനകൾ, അതാണ് അച്ഛനമ്മമാർ ചെയ്യേണ്ടത്. കുട്ടികളെ കുറച്ചു നേരം രാവിലെ നിവർത്തി ഇരുത്തി ഗായത്രിയും മറ്റു മന്ത്രങ്ങളൊക്കെ ജപിപ്പിക്കാൻ പരിശീലിപ്പിച്ചാൽ, ഒരു ട്രാക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, മനസ്സൊന്ന് സ്വസ്ഥമായി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എത്രമാത്രം അപകടമാണ് പലതെന്ന്. നിങ്ങൾ കണ്ടില്ലേ, മദ്യത്തിന് അടിമപ്പെട്ട് പിൽക്കാലത്ത് ആ മദ്യമുണ്ടാക്കിയ ദുരന്തത്തിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് ആ വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ട് എത്രമാത്രം മാറ്റങ്ങൾ വന്ന വ്യക്തിത്വങ്ങൾ സമൂഹത്തിലുണ്ട്. മദ്യപിച്ച് ജീവിതം തകർത്ത് അവസാനം അതിൽ നിന്ന് പുറത്തു വന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയണത്, വലിയ ദുരന്തത്തിൽ നിന്ന്. എന്നിട്ടും പിൽക്കാലത്ത് ശരീരം വിറച്ചും പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾ ഇതൊക്കെ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അവസാനം ഇപ്പം അവൻ അപകടകാരിയായിട്ട് അവൻ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ അവന് ലഹരി കൊടുക്കുകയാണ്. അല്ലെ അവൻ അടങ്ങിയിരിക്കില്ല ജയിലിൽ, എല്ലാവരെയും ഉപദ്രവിക്കും. അവന് ലഹരി ഗവൺമെൻറ് കൊടുക്കുകയാണ്. കാരണം അത്രയും താളം തെറ്റിപ്പോയി, മനസ്സ് കൺട്രോൾ വിട്ടുപോയി, എൻ്റെ പിരി മുഴുവൻ ലൂസായിപ്പോയി. അപ്പം ഇങ്ങനെ പിരി ലൂസാകുന്നൊരു മൈൻഡുമായിട്ടാണ് കളിക്കുന്നതെന്ന് ചെറുപ്പത്തിലേ നാം പഠിക്കണം. അതിനെ പിരി ലൂസാക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. മറ്റ് സാധനം പോലെയല്ല മനസ്സ്. അത് നമ്മൾ വിചാരിക്കും നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന്. പക്ഷേ ഒന്നിൻ്റെ അടിമത്വത്തിലേക്ക് പോയി പിന്നെ അതിനെ പിടിച്ചാലും കിട്ടില്ല. എന്ന് മാത്രമല്ല, അത് മുഴുവൻ താളം തെറ്റി അക്രമകാരിയായി സ്വയം നശിപ്പിച്ച് അടങ്ങുള്ളൂ. വേല് തന്നെ വിളവ് തിന്നാന്ന് കേട്ടില്ലേ? അതാണെന്ന് ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം. ഞാനിത് പറയുമ്പോഴുണ്ടല്ലോ, ഈ നിമിഷം നിങ്ങളോട് അവതരിപ്പിക്കാൻ നിങ്ങൾ വിചാരിക്കാൻ ഗീത അങ്ങോട്ട് പറഞ്ഞു തരികയാണെന്നുള്ളത്. ഞാൻ രാവിലെ ഇന്നത്തെ പത്രം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. ആദ്യത്തെ വാർത്ത എന്താണെന്നറിയോ? തിരുവനന്തപുരത്താണ് തോന്നുന്നു. കാരണം ഇതാണ് പത്രം നോക്കാൻ തോന്നില്ല, എന്നാൽ അറിയാതെ നോക്കും, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ എന്നാണ്. കൃത്യമായിട്ട് അങ്ങനത്തെ വാർത്തയിരിക്കും. 3 ചെറുപ്പക്കാർ ബൈക്ക് ഓടിച്ച് മരത്തിൻ്റെ മുകളിലേക്കാണ് ഓടിച്ചത്. ചെറുപ്പക്കാർ മരിച്ച വാർത്തയായിട്ടാണ് ഇന്നത്തെ പത്രം വന്നിരിക്കുന്നത്. 4 ദിവസം നിങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ആ ഒരു വിഭ്രാന്തി അറിയുന്നില്ല. കൈവിട്ട മനസ്സുമായിട്ടാണ് കളിക്കുന്നതെന്ന് അറിയുന്നില്ല. കാരണം ആ ഒരു പെട്ടപ്പിൽ അങ്ങനെ പോവുകയാണ് ജീവിതം. അപ്പം അതുകൊണ്ടാണ് കുട്ടികൾക്ക് അല്പമെങ്കിലും ഒരു ആത്മീയ സാധനകൾ ചെറുപ്പത്തിലെങ്കിലും പരിശീലിപ്പിച്ചാൽ ഒരു ഉൾവിളി തോന്നും. നോക്കൂ, ഈ പാതയിൽ അങ്ങനെ പോരുത്, ഇത് താളം തെറ്റിക്കും, ജീവിതം തകർക്കും. ഈ കാണുന്ന കാഴ്ചയല്ല, അതിനപ്പുറം മാനസിക പക്വത വേണം, മാനസികമായ സമനില വേണം. കാഴ്ചകൾ പലപ്പോഴും നമ്മളെ ആവേശം കൊള്ളിക്കും. പക്ഷേ ആവേശങ്ങൾ അസ്വസ്ഥതയും ആവേശങ്ങൾ അക്രമവും അല്ലെങ്കിൽ ആത്മനാശവും വരുത്തും. ഇതല്ലേ ആവേശം ആത്മനാശമല്ലേ വരുത്തിയത്? മരത്തിൻ്റെ മുകളിൽ ബൈക്ക് അങ്ങോട്ട് ഇടിച്ച് കയറ്റി, ആത്മനാശമല്ലേ? അപ്പോൾ അതൊക്കെ സമനില തെറ്റുന്ന മനസ്സുകളാണെന്ന് അറിയുന്നില്ല. ആവേശം സമനില തെറ്റിക്കുകയാണ്. ആവേശം സമചിത്തതയുണ്ടാക്കണം. ആവേശവും സമചിത്തതയും ഇത് രണ്ടും എങ്ങനെ സമന്വയിപ്പിക്കാം? സമചിത്തതയിൽ നിലനിർത്തിക്കൊണ്ടുള്ളൊരു ആവേശം അത് സാധിക്കുമോ? എങ്കിൽ താളം തെറ്റലില്ല. അപ്പം ആ സമചിത്തത കൈവരിക്കാൻ ചില സാധനാനുഷ്ഠാനങ്ങൾ കൂടിയേ കഴിയുള്ളൂ. കാരണം സാധനയില്ലാതെ മനസ്സിനെ സമചിത്തമാക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് സമചിത്തമായൊരു മനസ്സ് അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു, മനോവികാസം എന്നതിൻ്റെ മറ്റൊരർത്ഥമാണ് സമചിത്തത. നമ്മൾ ഗീതയിൽ 2-ാം അധ്യായത്തിൽ 38-ാം ശ്ലോകത്തിൽ കണ്ടു, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സമചിത്തേ സമം. അതുപോലെ തന്നെ യോഗ, നമ്മൾ കൃഷ്ണൻ തന്നെ പറഞ്ഞു കേട്ടു, എന്താണ് സമദർശനം. യോഗം എന്ന് പറയുന്നത് സമദർശനമാണ്. ഗീതയിലെ 2-ാം അധ്യായത്തിൽ ഇതൊക്കെ കൃഷ്ണൻ പറയണ്ടായി.
അപ്പോൾ വീണ്ടും അനവധി ശ്ലോകങ്ങളുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ലേ. പറഞ്ഞു വരുന്നത്, നമുക്ക് ആഹാരനീതം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയ സുഖങ്ങളെയും ഒരു പരിധി വെച്ചുകൊണ്ട് നിയന്ത്രിക്കണം. അതിനാണ് ചില അനുഷ്ഠാനങ്ങൾ. ഇപ്പോൾ സന്ധ്യയായാൽ ഞാനിപ്പോൾ ഒരു ആറ് മണിയായാൽ പിന്നെ ഒന്നുമില്ല, കുറച്ച് നേരം ഇരുന്ന് ജപത്തിൽ മുഴുകാം. അങ്ങനെയാണ് പണ്ട് കാലത്ത് ഈ സന്ധ്യാനാമ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടുത്തിയത്. അപ്പോൾ എന്താ വെച്ചാൽ വേറെ കാര്യങ്ങളിൽ നമുക്ക് മുഴുകാൻ പറ്റില്ല, എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡൾജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എല്ലാറ്റിനും ഒരു നിയന്ത്രണം വന്നു. ഒരു അരമണിക്കൂർ എല്ലാം വിട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലൊരു ശക്തി ഡെവലപ്പ് ചെയ്യണം. വേർ ഐ വാണ്ട് ടു സ്റ്റോപ്പ്, ഐ ക്യാൻ സ്റ്റോപ്പ്, ഐ ഹാവ് ദ പവർ എന്നുള്ളത്. ഇപ്പോൾ അവർ ഇൻ്റലിജൻസ് വിൽ ഡെവലപ്പ് സെർട്ടൺ പവർ, നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ. അപ്പം അങ്ങനെ ഒരു പവറുള്ള ഒരുത്തൻ പെണ്ണിനെ പ്രേമിച്ചാലും നാളെ അവൾ ഇട്ടുപോയാലും, ഇന്നത്തെ ഭാഷയിൽ തേച്ച് പോവുക എന്നൊക്കെയാണ്, ഒട്ടിച്ച് പോവുക എന്നൊക്കെയാണ്. കുറച്ചുകൂടി അഡ്വാൻസ് ലാംഗ്വേജ് ആണല്ലോ ന്യൂ ജനറേഷൻ്റെ. ഇപ്പം നമ്മളിപ്പോൾ കുറച്ചൊക്കെ തേക്കുക, ഒട്ടിക്കുക, അതുപോലെ തേപ്പ് പെട്ടിയുടെ പരിപാടിയൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ അവൾ ഇട്ട് പോയാലും അവൾ പോയി ഞാനെന്തിനു തളരണം, അവളെ കൊല്ലാൻ വേണം, അവളുടെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്ക്. ആ രീതിയിൽ മനസ്സിനെ കൊണ്ടു നടക്കാൻ പറ്റുന്നവൻ എവിടെ ആത്മഹത്യ ചെയ്യും? അവനെന്തിനാ കൊല്ലാൻ നടക്കുന്നത്? അല്ല, അവൻ്റെ മനസ്സിന് മനസ്സിലായി ഇതാണ് ജീവിതം, ഇത്രയുള്ള കാര്യം. അപ്പോൾ അവരൊരിക്കലും തളരില്ല. ആ ഒരു പക്വത മനസ്സിനുണ്ടാവാതെ വെറും പ്രേമം എന്ന് പറഞ്ഞ് തലയ്ക്ക് കയറിയാൽ അത് വെറും മൂരിപ്രേമമായി അതിനെ കുത്താനും പിടിക്കാനും നടക്കേണ്ടി വരും. പിന്നെ ഈ കന്നുകാലികളാണ്, കാളകളും മൂരികളൊക്കെയാണ് കുത്താനും കൊല്ലാനും നടക്കുക, അല്ലെങ്കിൽ ഇടിക്കാനും നടക്കുന്നത്. കണ്ടില്ലേ റോഡ് സൈഡിൽ പട്ടികൾ അങ്ങനെ അവർക്കൊരു വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ തമ്മിൽ കുരച്ച് ചാടി കടിച്ചു കയറുന്നത്. ഇതുപോലെ മനുഷ്യനായാൽ മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ പോലെ മനുഷ്യരൂപേണ മൃഗം ചരന്തി, മൃഗമാണ്, മനുഷ്യനായിട്ടില്ല. രണ്ട് കാലിൽ നാൽക്കാലി എന്ന് പറയുന്നതിന് ഇരുകാലി മൃഗം എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഇരുകാലി മൃഗമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ആഹാരത്തെ കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ചില അനുഷ്ഠാനങ്ങളിൽ കർക്കശമായ ഒരു എന്താ പറയുക ശ്രദ്ധ വയ്ക്കുക. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഡെയിലി ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലും, ഞാൻ ഡെയിലി ഇത്ര തവണ ഗായത്രി ചൊല്ലും, ഒരു നിഷ്ഠ വയ്ക്കുക. ഇതുപോലെ രാത്രി സന്ധ്യയിൽ ഞാൻ എല്ലാം വിട്ട് എൻ്റെ മൊബൈലും ഒക്കെ അടച്ച് വെച്ച് മടക്കി വെച്ച് എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാറ്റിൽ നിന്നും വിട്ട് കുറച്ച് നേരം ശാന്തമായിട്ട് ഏകാഗ്രതയോടുകൂടി ഞാൻ ഇത്ര തവണ ജപിക്കും. അങ്ങനെ ഒരു നിഷ്കർഷ നമ്മളെ കുട്ടികളിൽ വയ്ക്കാൻ തുടങ്ങിയാൽ, അതിനാണ് ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ ദീപാരാധന തൊഴാൻ കൊണ്ടുപോകുക കുട്ടികളെ. അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ വന്നാലും കൊണ്ടുപോവുക. ദാറ്റ് ഈസ് എ വെരി ഹയസ്റ്റ് സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. കാരണം ആ സമയത്തെങ്കിലും കുട്ടികൾക്ക് മറ്റുള്ളതെന്നൊക്കെ വിട്ടെന്ന്, എന്നാൽ അവിടെ ചെന്നിട്ട് വെറുതെ വായും പൊളിച്ച് നോക്കി നിൽക്കാതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഈ ദൈവാരാധനയൊക്കെ തൊഴുത് ആ കഴിഞ്ഞ് ഭഗവാനെ കുറച്ച് നേരം മനസ്സിലങ്ങനെ കണ്ട് നാമസ്മരണയിലൊക്കെ മുഴുകി, അങ്ങനെ കുട്ടികൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മമാർ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറായാൽ യു ക്യാൻ സീ എ ടോട്ടലി ട്രാൻസ്ഫോംഡ് വേൾഡ്. കാരണം ഓരോ കുട്ടിയും അപകടത്തിൽ ചെന്ന് ചാടുന്നതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദികൾ അച്ഛനമ്മമാരാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ വഴി അറിയാത്ത ജീവിതത്തിലൂടെ അവർ പോകുന്നത്, അവർ പോകുന്ന വഴിയാണ് ജീവിതം എന്നവർ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം അച്ഛനും അമ്മയ്ക്ക് സമയമില്ല കുട്ടികളെ നോക്കാൻ, തിരക്ക് പിടിച്ച ജീവിതം എന്ന് അവർ പറഞ്ഞാലും അവരും ടി വിയിലും, അവരും അവരുടെ മൊബൈലിലും, അവരും അവരുടെ ലോകത്തിലാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഈ കുട്ടികൾക്ക് ഗൈഡ് ചെയ്യാനോ കുട്ടികളോട് ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അവർ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേജു ജുഹതി സർവേപ്യേതേ യജ്ഞവിദോ യജ്ഞക്ഷവിതകൽമഷ സർവേഭി ഏതേ യജ്ഞവിദ, ഇവരെല്ലാവരും യജ്ഞം ചെയ്യുന്നവരാണ്. അപ്പം ഭഗവാൻ യജ്ഞം എന്ന് പറയുമ്പോൾ കേവലം ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുന്ന പ്രക്രിയയ്ക്കല്ല ഇവിടെ യജ്ഞം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് അറിവോടുകൂടിയിട്ട് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഏത് കാര്യവും യജ്ഞമാണ്, അറിവാണ്. അവിടുത്തെ അടിസ്ഥാനം അറിവാണ്. ഞാൻ പറയില്ലേ, ആഹാരത്തെ നിയന്ത്രിക്കുന്ന എന്തിനാണ്? എൻ്റെ ശരീരത്തിനും മനസ്സിനും ആവശ്യത്തിൽ കൂടുതൽ ഊർജ്ജം കൊടുത്താൽ അത് പ്രശ്നമുണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് ആ അറിവിലേക്ക് തന്നെ ആദ്യം സമർപ്പിച്ചും ആ അറിവിൻ്റെ ബലത്തിൽ, അറിവിൽ ആശ്രയിച്ചുകൊണ്ട്, അറിവിൻ്റെ പക്വതയിൽ ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ജീവിത രീതി കൃഷ്ണൻ യജ്ഞം എന്ന് പറയുന്നു.
അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നിലൊരു വ്യക്തമായൊരു അറിവ് ഉള്ളവരായി തീരുക. ഇപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് എന്താണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം? ഞാൻ ചെയ്യുന്ന ജോലി വളരെ ആത്മാർത്ഥതയോടെ ഞാനതിൽ പൂർണ്ണമായി മുഴുകിക്കൊണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമുണ്ടാവണേ, മറ്റുള്ളവർക്ക് കൂടി പുരോഗതിയും ഉന്നതിയും ഉണ്ടാവണേ. കാരണം മറ്റുള്ളവർ പുരോഗതി എൻ്റെ പ്രവൃത്തിയിലൂടെ നേടുമ്പോൾ ഞാനും പുരോഗതി പ്രാപിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് പുരോഗതിയാക്കുമ്പോഴാണ്. എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകാരമില്ലാതാക്കുമ്പോൾ അതെൻ്റെ അധോഗതിയാണ്. ഇന്ന് നോക്കൂ, ഏത് ജോലിസ്ഥലത്തും അതുതന്നെയല്ലേ സംഭവിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകാരമില്ലെങ്കിൽ ഏത് സ്റ്റാഫിനെയാണ് ഗവൺമെൻറ് ഡീപ്രൊമോട്ട് ചെയ്ത് പറഞ്ഞേക്കുക ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപദ്രവവും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലീസുകാരെ എത്ര ആരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മറ്റുള്ളവർക്ക് അപകടകരമാവുന്ന ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് അവനവനും മറ്റുള്ളവർക്കും അവനവനെ വിടും നിങ്ങൾ. മറ്റുള്ളവർക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ താനും അതിൽപ്പെടുന്നതാണ്. അപ്പോൾ ആ സമഷ്ടി തലത്തിൽ പുരോഗതി ഉണ്ടാകുന്ന കാര്യം, അതിനുവേണ്ടി മനുഷ്യൻ തൻ്റെ ജീവിതത്തെ നയിക്കുക. അപ്പം ഞാനെന്തിനാ നാമമൊക്കെ ചെല്ലുന്നത്? എൻ്റെ മനസ്സ് ശാന്തമാവുന്നു, ഏകാഗ്രമാവുന്നുവെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇവിടെ ട്രെയിൻ ചെയ്ത് കിട്ടുന്ന മനസ്സ് അവിടെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും ആ മനസ്സ് ഭംഗിയായിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത്തരം കർമ്മങ്ങൾ ശ്രേഷ്ഠമാവും. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ എത്ര അറിവോട് കൂടിയിട്ടാണ് മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഗീത ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് കൃഷ്ണൻ യജ്ഞവിദഃ. അങ്ങനെയുള്ളവർക്ക് എന്താണ് കിട്ടുന്നത്? ആ കാര്യം കൃഷ്ണൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം. വേദവ്യാസ കവിത